ഹലോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ SSLC ഇംഗ്ലീഷിലെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്ന് ഫുള്ള് കാണാം. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ക്യാരക്ടർ ആരാണെന്ന് മനസ്സിലാക്കണം. ശ്രീകാന്ത് ബോല എന്ന് പറഞ്ഞ മനുഷ്യനാണ്. ശ്രീകാന്ത് ബോല വാസ് ബോൺ വിത്തൗട്ട് ഐസ്. അപ്പോൾ കണ്ണില്ലാതെയാണ് ഇയാൾ ജനിച്ചപ്പോൾ തന്നെ കണ്ണില്ലായിരുന്നു, അന്ധനായിരുന്നു അല്ലേ, ബ്ലൈൻഡ് ആയിരുന്നു. ടു പുവർ ഫാമേഴ്സ്, അച്ഛനും അമ്മയും എന്താണ്, ഫാർമേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു. ഹു ഏൺഡ് ഓൺലി 20,000 ഇയർ, ഒരു വർഷത്തെ അവരുടെ വരുമാനം വെറും 20,000 രൂപയായിരുന്നു. പുവർ ഫാമിലിയിലാണ് ജനിച്ചത്. സൊസൈറ്റി സോ ഹിം ആസ് എ ബേർഡൻ. അപ്പോൾ ചുറ്റുമുള്ള സൊസൈറ്റിയും ഫാമിലിയും ഒക്കെ എന്താണ്, ഒരു സ്വന്തം പേരൻസ് അല്ല, അല്ലാത്തവർക്ക് എന്തൊരു ബേർഡൻ, ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇയാൾ എന്ത് ചെയ്ത്, ഒരു തലവേദനയായിട്ടാണ് കരുതി. കാരണം വളർത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഫിസിക്കലി ചലഞ്ച് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഡിസേബിൾഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഫിസിക്കലി ചലഞ്ച് ആയിട്ടുള്ള ഒരു കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ പേരൻസിനൊക്കെ പറഞ്ഞു കൊടുത്തു. ആൻഡ് സം ഈവൻ സെഡ് ഹി ഷുഡ് ബി സ്മദേഴ്സ്. സ്മദേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും വെച്ചിട്ട് എന്താണ് ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ പറഞ്ഞു. അതാണ് ബെറ്റർ എന്ന് പറഞ്ഞു. ബട്ട് ഹിസ് പേരൻസ് ലവ്ഡ് ഹിം ഡിയർലി. പേരൻസ് ഒരിക്കലും ചെയ്തിട്ടില്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കുട്ടീനെ, ശ്രീകാന്ത് ബൊല്ലേനെ. ആൻഡ് ഹി കോൾസ് ദം ദ റിച്ചസ്റ്റ് കപ്പിൾ ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു സ്നേഹം കാരണം ശ്രീകാന്ത് ബൊല്ല പറഞ്ഞു, എൻ്റെ പേരൻസ് ആണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് കപ്പിൾ. കാരണം അവർക്ക് പൈസയുടെ റിച്ച് അല്ല, പക്ഷെ അവർക്ക് സ്നേഹം കൊണ്ട് അവർ ഭയങ്കര റിച്ച് ആണെന്ന് പറഞ്ഞു. ഹി കുഡ് നോട്ട് ഹെൽപ്പ് ഹിസ് ഫാദർ ഇൻ ദ ഫീൽഡ്സ്. അപ്പോൾ അച്ഛനെ എന്താണ് സഹായിക്കാനൊന്നും എന്താണ് ബൊല്ലയ്ക്ക് പറ്റിയിട്ടില്ല. സോ ഹിസ് ഫാദർ ഡിസൈഡഡ് ദാറ്റ് എഡ്യൂക്കേഷൻ വുഡ് ബി ഹിസ് പാത്ത്. അപ്പോൾ സ്കൂളിൽ വിട്ട് നന്നായിട്ട് പഠിപ്പിക്കാനായിരുന്നു അച്ഛൻ്റെ തീരുമാനം. ഇൻ ഹിസ് ഫസ്റ്റ് സ്കൂൾ ഹി വാസ് ഇഗ്നോർഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് ആൻഡ് സാറ്റ് ഓൺ ദി ലാസ്റ്റ് ബെഞ്ച് ഫോർ 2 years. അപ്പോൾ ആദ്യം പഠിച്ച സ്കൂളിൽ ടീച്ചേഴ്സ് ഇഗ്നോർ ചെയ്തു, ക്ലാസ്മേറ്റ്സ് ഇഗ്നോർ ചെയ്തു, മാത്രമല്ല 2 വർഷം എന്നാണ് ലാസ്റ്റ് ബെഞ്ചിൽ ഒറ്റപ്പെട്ട് ഇരിക്കേണ്ട അവസ്ഥയായിരുന്നുള്ളൂ. He says he felt like the poorest child in the world, not for want of money but because of loneliness. അപ്പോൾ അവന് ആ 2 വർഷം എന്താണ് ഏറ്റവും ലോകത്തിലെ ദരിദ്രനായ ഒരു കുട്ടീനെ പോലെ തോന്നി. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പൈസ ഇല്ലായിരുന്നു, പക്ഷെ അതുകൊണ്ടല്ല, ലോൺലിനെസ് കാരണം, ഒറ്റപ്പെടൽ കാരണം എന്താണ്, ഭയങ്കര പാവപ്പെട്ടവനത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ടാവും, ശ്രീകാന്ത് ബൊല്ലയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ലൈഫിൽ, പൈസ എന്നല്ല, റിച്ചും പൂവറും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിംഗ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായിരുന്നപ്പോൾ പൂറസ്റ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ എന്താണ് ക്വാളിറ്റി, നമ്മുടെ മനുഷ്യൻ്റെ ക്വാളിറ്റീസ് ഇല്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നപ്പോൾ അല്ലെ, ആ പേരൻസിൻ്റെ ലവ് നന്നായിട്ടുണ്ടായിരുന്നപ്പോൾ അവർ ഭയങ്കര റിച്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതാണ് തീരുമാനിക്കുന്നത്, ക്വാളിറ്റീസ് ആണ് തീരുമാനിക്കുന്നത് ഒരാൾ റിച്ച് ആണോ പൂറാണോ എന്നുള്ള കാര്യം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ശ്രീകാന്ത് ബൊല്ലയ്ക്കുള്ളത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. എന്തെങ്കിലും ഡിസ്കോഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്കത് എടുത്ത് കാച്ചാം. Later, he was sent to a special school in Hyderabad where he became an outstanding student and even represented India in chess and cricket. അപ്പോൾ ചെസ്സിനും ക്രിക്കറ്റിലൊക്കെ ആ ഒരു സ്കൂളിൽ വെച്ച് ഇദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ ഭയങ്കര കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. ഹി ഓൾസോ വർക്ക് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അപ്പോൾ അബ്ദുൽ കലാമിനെ അദ്ദേഹത്തിന് കാണാനൊക്കെ പറ്റി, വർക്ക് ചെയ്യാനൊക്കെ പറ്റി. He scored over 90% in 10th grade but was told he could take only arts because he was impaired. അപ്പം ഈ ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട്, ഫിസിക്കലി ചാലഞ്ച്ഡ് ആയതുകൊണ്ട് 90% എന്തിനു കിട്ടിയിട്ട് പോലും സയൻസ് എടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സയൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ലൈഫിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നീ ആർട്സ് എടുക്കാൻ നല്ലതെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ശ്രീകാന്ത് സേസ് ദാറ്റ് ഹി ഈസ് നോട്ട് വിഷ്വലി ഇമ്പയർഡ് ബട്ട് വിഷ്വലി ചാലഞ്ച്ഡ്. വിഷ്വലി ഇമ്പയർഡ് അല്ല ഞാൻ, വിഷ്വലി ചാലഞ്ച്ഡ് ആണ്. ഇത് എനിക്ക് ചാലഞ്ച് ഉണ്ട്, പക്ഷേ ചാലഞ്ചിന് ഞാൻ മറികടക്കും എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം കണ്ടത്. ഹി സൂഡ് ദ ഗവൺമെന്റിനെ സൂ ചെയ്തു, ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തു. ആൻഡ് ആഫ്റ്റർ 6 months ഹി വോൺ ദ റൈറ്റ് ടു സ്റ്റഡി സയൻസ്. അങ്ങനെ സയൻസ് പഠിക്കാനുള്ള അവകാശം അവൻ വാങ്ങിച്ചെടുത്തു. ഹിസ് മെൻറ്റർ റെക്കോർഡഡ് ഹിസ് ടെക്സ്റ്റ് ബുക്സ് ഓൺ ഓഡിയോ ആൻഡ് ഹി സ്കോർഡ് 98%. അങ്ങനെ +2 98% മാർക്ക് വാങ്ങിച്ചു. വെൻ ദി IITs refused to let him sit for their exam. അപ്പോൾ IIT എൻട്രൻസ് എക്സാമിന് എന്താണ് കണ്ണ് കാണാൻ പറ്റുന്നതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ റൂള്. അപ്പോൾ റിഫ്യൂസ് ചെയ്തുകൊണ്ട് ഹി അപ്ലൈഡ് അബ്രോഡ്, പുറത്ത് അപ്ലൈ ചെയ്തു. ആൻഡ് ജോയിൻഡ് MIT. അതുക്കും മേലെ MITയിൽ പോയി പഠിച്ചു. അവിടെ അപ്ലൈ ചെയ്തു, അവിടെ അഡ്മിഷൻ കിട്ടി. ആസ് ഇറ്റ്സ് ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ്റ്. ഇന്റർനാഷണലി, അതായത് അമേരിക്ക അല്ലാത്ത കൺട്രീസ് നോക്കുകയാണ്, ആദ്യത്തെ ബ്ലൈൻഡ് സ്റ്റുഡൻ്റ് ആയിട്ട് ശ്രീകാന്ത് അവിടെ കയറി.
At MIT, he asked himself why blind children should sit on the last bench and why the disabled should be left out of the economy. അപ്പം ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത് എന്താണ് ഇവനെ എപ്പോഴും പിടിച്ച് ബാക്ക് ബെഞ്ചിലാണ് ഇടുക. മാത്രമല്ല എക്കണോമിയിൽ നിന്ന്, ജോലികളിൽ നിന്ന്, വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് ജോലികളിൽ നിന്ന് ഇതുപോലെ വിഷ്വലി ചാലഞ്ച്ഡും വേറെ രീതിയിലൊക്കെ ചാലഞ്ച് ആയിട്ടുള്ള, ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഭയങ്കര ഇയാളെ ഇങ്ങനെ എന്താണ് ട്രബിൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഹി ഗേവ് അപ്പ് ഓൾ ഹിസ് ഓപ്പർച്യൂണിറ്റീസ്. അമേരിക്കയിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരുന്നു, അതൊക്കെ വിട്ടിട്ട് ഇൻ അമേരിക്ക ആൻഡ് റിട്ടേൺ ടു ഇന്ത്യ, തിരിച്ച് ഇന്ത്യയിലേക്ക് പോയി. വിത്ത് എ പാർട്ട്ണർ ഹി സ്റ്റാർട്ടഡ് ബോളണ്ട് ഇൻഡസ്ട്രീസ്. ബോളണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ഇൻ വിച്ച് ഹാസ് സപ്പോർട്ടഡ് ഓവർ 3,000 സ്റ്റുഡൻസ് ആൻഡ് നൗ എംപ്ലോയ്സ് മോർ ദാൻ 150 ഡിസേബിൾഡ് പീപ്പിൾ. ഇപ്പോൾ ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള 150 ആൾക്കാരെ എംപ്ലോയ് ചെയ്തുകൊണ്ടുള്ള കമ്പനിയാണ് ഇപ്പോഴും. ഹി ലീവ്സ് അസ് 3 ലെസൺസ്. നമുക്ക് പഠിക്കാനുള്ള എന്താണ്? ഷോ കമ്പാഷൻ, റിമൂവ് ലോൺലിനെസ്. എല്ലാവരും കമ്പാഷൻ കാണിക്കുക, അത് അവരുടെ ലൈഫിലെ ലോൺലിനെസ്സിനെ റിമൂവ് ചെയ്യും. ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവർട്ടി. അപ്പം ഇദ്ദേഹം പറയുന്നത് ലോൺലിനെസ് ആണ് ഏറ്റവും മോശമായുള്ള രീതിയിലുള്ള ദാരിദ്ര്യം, പോവർട്ടി എന്നാണ് പറയുന്നത്. ആൻഡ് റിമെമ്പർ ദാറ്റ് ഗുഡ് ഡീഡ്സ് ഫസ്റ്റ് ബെനിഫിറ്റ് ദ ഡൂവർ. ഗുഡ് ഡീഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ഏറ്റവും ബെനിഫിറ്റ് ആരാണ്? ഡൂവറിനെ, ചെയ്യുന്ന ആളെയാണ്. കാരണം ആ ചെയ്യുന്ന ആൾക്ക് എന്താണ് ഭയങ്കര സമാധാനം, സന്തോഷമായിരിക്കും കിട്ടുക. അതാണ് ഒരാളെ ഭയങ്കര റിച്ച് ആക്കുന്നതെന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഹി എൻഡ്സ് വിത്ത് ഹിസ് ഫേമസ് വേർഡ്സ്, ദ വേൾഡ് മേ ലുക്ക് അറ്റ് മീ ആൻഡ് സേ ശ്രീകാന്ത് യു ക്യാൻ ഡു നത്തിങ്, ബട്ട് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ആൻഡ് സേ ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ചിന്താഗതിയും കൂടിയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി. എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞാൻ റെഡിയാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ബേസിക് ആയിട്ട് സ്റ്റോറി ഒന്ന് ഓർത്ത് വെക്കുക. കൂടുതൽ ശ്രീകാന്ത് ബൊല്ലയുടെ ലൈഫിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡയറി എൻട്രിയോ അല്ലെങ്കിൽ ലെറ്ററോ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് എഴുതി മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സിമ്പിൾ ചാപ്റ്റർ ആണ്, ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ടെക്സ്റ്റ് ബുക്ക് വായിക്കാം, പക്ഷേ വായിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഡീറ്റെയിൽസ് ഓർത്ത് വെക്കുക. ജസ്റ്റ് എക്സാമിന് മുമ്പ് ഒന്ന് 2x ഇട്ടൊന്ന് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മറക്കില്ല നിങ്ങൾ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടേക്കാം. ഓൾ ദി ബെസ്റ്റ്.